കരിമണൽ ഖനനത്തിന് കോൺഗ്രസ് പണ്ടുമുതലേ എതിരാണ്. മുൻ KPCC അധ്യക്ഷൻ VN സുധീരനൊക്കെ പാർട്ടിയുടെ നയത്തിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ദേശീയ തലത്തിലാണെങ്കിൽ അതേ നിലപാടാണ് കോൺഗ്രസിനുള്ളത്. മാത്രമല്ല, പ്രതിപക്ഷത്തിരുന്ന 10 വർഷക്കാലം സമയം മുഴുവൻ കരിമണൽ കർത്തയുടെയും പിണറായി വിജയൻ്റെയും കേരളത്തെ കൊള്ളയടിക്കുന്ന പദ്ധതികളെപ്പറ്റി പറഞ്ഞ് സമരം ചെയ്തവരാണ് കോൺഗ്രസ്സുകാർ. അതുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്ന സതീശൻ സർക്കാർ പുറത്തുവിട്ട ചില നിയമങ്ങൾ, അല്ലെങ്കിൽ സതീശൻ സർക്കാർ അതിനെ സ്വകാര്യവൽക്കരിച്ച നിയമം മാറ്റാൻ നോക്കിയാൽ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ല എന്നുറപ്പായി കഴിഞ്ഞു. സതീശൻ്റെ ഇപ്പോഴത്തെ നയത്തിനെതിരെ ആദ്യം തന്നെ പരസ്യമായി രംഗത്ത് വന്നത് VM സുധീരനാണ്. അതിനുശേഷം ഇപ്പോഴിതാ ആലപ്പുഴ MP കൂടിയായ KC വേണുഗോപാലും അതിന് തടസ്സം പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ VM സുധീരനും KC വേണുഗോപാലും സതീശൻ്റെ കഴുത്തിന് പിടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു കാരണവശാലും കരിമണൽ ഖനനം പാടില്ല എന്നും സ്വകാര്യവൽക്കരിക്കരുത് എന്നും പറഞ്ഞ് കത്തെഴുതിയ സുധീരനൊപ്പം തന്നെ KC വേണുഗോപാലും ചേർന്നതോടെ കാര്യങ്ങൾ സർക്കാരിന് കൈവിട്ടു എന്ന് പറയാം. കരിമണൽ ഖനനത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ നിലപാട് അനുസരിച്ചു മാത്രമേ കേരളത്തിലെ കാര്യങ്ങളും നടക്കൂവെന്ന് KC വേണുഗോപാൽ MP മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് വിഷയത്തിൽ കോൺഗ്രസിനും UDFനും വ്യക്തമായ നയമുണ്ടെന്നും എല്ലാവരുടെയും ആശങ്ക പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഇത് നടപ്പിലാക്കുകയുള്ളൂവെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നു. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. ഇവയെല്ലാം പരിശോധിക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ഇത്തരം ആശങ്കകളെല്ലാം പരിഹരിച്ച് മാത്രമേ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് KC വേണുഗോപാൽ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്കും UDF മുന്നണിക്കും വ്യക്തമായ നിലപാടാണ് ഉള്ളത്. അത് സതീശൻ്റെ നിലപാടിന് എതിരാണെങ്കിൽ അവിടെ കോൺഗ്രസ് നിലപാട് മാത്രമേ വിജയിക്കൂ എന്നുള്ളതിൻ്റെ സൂചനയാണ് MP നൽകിയിരിക്കുന്നത്. ദേശീയ തലത്തിലെ തീരുമാനം എന്തായിരിക്കുമോ അത് തന്നെയാണ് കേരളത്തിലും നടക്കുക എന്ന് KC വ്യക്തമാക്കിയതോടെ ഇനി എത്ര വാശി പിടിച്ചാലും അത് നടപ്പിലാക്കാൻ സതീശന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഖനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സമയമെടുക്കുമെന്നും സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുമെന്നും KC വേണുഗോപാൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മദ്യനയവും. നയത്തിൻ്റെ ആ വിഷയത്തിലും മദ്യനയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകളെല്ലാം ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ടെന്നും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറക്കാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ വിവിധ സംഘടനകൾ രംഗത്തെത്തിയതോടെ VD സതീശൻ സർക്കാർ കുറച്ചെങ്കിലും പ്രതിരോധത്തിലായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മദ്യനയം ഇതല്ലായിരുന്നു. എന്നാൽ അതിന് ഉത്തരം നൽകിയത് KC വേണുഗോപാലാണ് ഇപ്പോൾ. അതായത് KC വേണുഗോപാൽ VD സതീശൻ്റെ നിലപാടുകളും നടപടിക്രമങ്ങളും ചോദ്യം ചെയ്താൽ അത് മറ്റ് ഗ്രൂപ്പ് വിഷയം എന്നൊക്കെയുള്ളൊരു സംസാരം വന്നു തുടങ്ങും. അതിനൊക്കെ അവസരം നൽകിയില്ല അദ്ദേഹം. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ VM സുധീരനെ പോലെയുള്ളവർ എതിരായപ്പോൾ അവരൊപ്പം ഇരുന്ന് സതീശൻ്റെ തെറ്റുതിരുത്താൻ KC വേണുഗോപാലും തയ്യാറായത് 2 കൈകൾ സതീശൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.